അപ്പോ നിങ്ങൾ പറഞ്ഞു, അതായത് എന്താ, നിങ്ങൾ വിശ്വാസത്തിനെതിരെയല്ല, നിങ്ങൾ വിശ്വാസത്തിന് അനുകൂലിക്കുന്നവരാണെന്ന്. അതുകൊണ്ടാണോ പൂങ്കുന്നം പോലത്തെ ഒരു വാർഡില് നിങ്ങൾക്ക് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരാളില്ലാണ്ട് ഹിന്ദു മെജോറിറ്റി ഏരിയയില് ശങ്കടയാളത്തില് ഒരു സ്ഥാനാർത്ഥിനെ ഇവിടെ നിർത്തിയത്? ആണോ? അത് ക്രിസ്ത്യൻ മെജോറിറ്റി ഏരിയയില് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു പ്രവാസിയാണ്. അല്ലല്ല, ഞാനൊരു പ്രവാസിയാണ്. ഞാൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരണവനാ. ഇപ്പൊ ഇലക്ഷന്റെ സമയത്തായ കാരണം വന്നു. ക്രിസ്ത്യൻ മെജോറിറ്റി ഏരിയയിൽ നിങ്ങളുടെ ഒരു ചിഹ്നം കണ്ടു, മെഴുകുതിരി. അവിടെ എന്താ, അത് വിശ്വാസത്തിന് അനുകൂലം? നേരത്തെ പറഞ്ഞു സ്ഥാനാർത്ഥികളുടെ ചിഹ്നം കൊടുക്കുന്നത് സ്ഥാനാർത്ഥികളുടെ താല്പര്യപ്രകാരമാണ്. നിങ്ങൾ വിഘടനവാദികളും നിരീശ്വരവാദികളാണല്ലോ പൊതുവെ കമ്മ്യൂണിസ്റ്റുകാര്. ആണോ അല്ലേ? നിങ്ങളുടെ തത്വശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് യുക്തിവാദികൾ, അങ്ങനെയാണ് ആ ടേം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. ഹിന്ദു മെജോറിറ്റി ഏരിയയില് ശംഖും ക്രിസ്ത്യൻ മെജോറിറ്റി ഏരിയയില് മെഴുകുതിരി. പക്ഷെ എന്തായാലും അതെന്താണ് ഇരട്ടത്താപ്പല്ലേ? നിങ്ങളെ ന്യൂനപക്ഷ പ്രീണനം വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. കേരളം അത് മനസ്സിലാക്കിയതാണ്. മലപ്പുറം ജില്ലയൊക്കെ ഞങ്ങളുടെ കയ്യിലല്ലേ? കേരളം അത് മനസ്സിലാക്കിയതാണ്. ഞങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തിയിട്ട് മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ 1ാം സ്ഥാനത്താണല്ലോ. മലപ്പുറത്ത് മാത്രമല്ലല്ലോ ന്യൂനപക്ഷം ഉള്ളത്. മലപ്പുറത്ത് മാത്രമാണോ ന്യൂനപക്ഷം ഉള്ളത്? ആണോ? മലപ്പുറത്ത് ചന്ദ്രക്കല ചിഹ്നം. ന്യൂനപക്ഷ പ്രീണനം നടത്തിയ നിങ്ങളുടെ വാദമാണെങ്കിൽ ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷം ഞങ്ങൾക്കാകണ്ടേ? അല്ലല്ലോ. അപ്പൊ പിന്നെ അതല്ല യാഥാർത്ഥ്യം എന്നുള്ള കാര്യം. അത് വേണമെന്നില്ലല്ലോ. അങ്ങനെ വേണമെന്നില്ലല്ലോ. പക്ഷെ ഭംഗിയായിട്ട് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ചോദ്യം. യെസ്, ഓക്കെ. കണ്ടംകുളത്തിയോടെയാണ് ചോദ്യം. സ്ത്രീശക്തി. വിശ്വാസമില്ലാത്തവരെ ദേവസ്വം മന്ത്രി ആക്കരുത്. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രി ശബരിമല ദേവസ്വത്തിന്റെ മന്ത്രി ആയിരിക്കുമ്പോൾ തീർത്ഥം കയ്യിൽ കൊടുത്തപ്പോൾ സാനിറ്റൈസേഷൻ ആണ് ചെയ്തത്. അതാണോ ഒരു മന്ത്രിയുടെ സ്ഥാനത്തിൽ നിന്ന് ചെയ്യേണ്ടത്? അതുപോലെ ഇപ്പോഴത്തെ വാസവൻ ശബരിമല നട തുറക്കുമ്പോൾ കയ്യും കെട്ടിയിട്ടാണ് നിന്നിരുന്നത്. ഇതാണോ നിങ്ങളുടെ മന്ത്രി നയം? ഇതാണോ നിങ്ങളുടെ വിശ്വാസം? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കണ്ണ് തുറന്ന് കാണുന്നുണ്ടെന്ന് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. കേന്ദ്രത്തിൻ്റെ PMAY പദ്ധതി നിങ്ങൾ ലൈഫാക്കി മാറ്റി. കഴിഞ്ഞ ഭരണസമിതി സമയത്ത് ഞാൻ വടക്കുന്നാഥൻ്റെ മുന്നിൽ വന്ന് നിങ്ങളുടെ പാർട്ടിയുടെ ശ്യാമപ്രസാദിനോട് ലൈഫിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ വർത്തമാനം 800 വീടുകളുടെ താക്കോൽദാനത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. 2017 എനിക്ക് വീട് സാങ്ഷൻ ചെയ്ത് കിടക്കുന്നതാ. ഇത് 2025 എനിക്ക് ഇന്ന് വരെ ഒരു അറിവും വന്നിട്ടില്ല. നിങ്ങൾ ചേർത്ത് നിർത്തുന്ന ഒരാൾക്കാരാണെന്ന് ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചേർക്കലും ഇല്ല. നിങ്ങളുടെ പാർട്ടീനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് മാത്രം കൊടുക്കുന്നൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം. ഞാൻ കുടുംബശ്രീയിൽ വന്നിട്ട് 28 വർഷം കഴിഞ്ഞു. എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ ഓരോ കള്ളക്കളികളും തുറന്ന് സംസാരിക്കുന്ന CDSന്റെ വേദിയിൽ എന്നെക്കുറിച്ച് ചോദിച്ചാൽ അറിയാവുന്നതാണ്. അതുകൊണ്ട് പറയുമ്പോൾ കയ്യ് മലർത്തണ്ട, അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോ അല്ല, കഴിഞ്ഞ CDSന്റെ ഇലക്ഷൻ കഴിഞ്ഞ് ദേശാഭിമാനി പത്രത്തിലൊരു വാർത്ത വന്നു. എന്താണെന്നറിയോ? കോൺഗ്രസ്സുകാരിക്ക് BJPയുടെ പിന്തുണ. ഇതെവിടെന്നാ പോസ്റ്റർ പോയത്? ദേശാഭിമാനിയിലെ. ഞാൻ ഷാജൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഷാജൻ പറഞ്ഞു എനിക്കറിയില്ല. എന്നോട് പറഞ്ഞ വർത്തമാനം എന്തറിയോ? ദേശാഭിമാനി പ്രസ്സിൽ പോയി ചോദിക്കാൻ. അതിന് ഞാൻ ഷാജനോടൊരു മറുപടി പറഞ്ഞു. എന്തറിയോ? ദേശാഭിമാനി പ്രസ് നിൽക്കുന്നത് എൻ്റെ ഡിവിഷനില്ല, അത് ഷാജൻ പറയണ്ട. ഞാൻ ഇവിടെ നിന്ന് പോയോ എന്നുള്ളത് ചോദിക്കാനാണ് ഞാനിവിടെ വന്നത്. എനിക്കറിയില്ല. പേപ്പർ മുഖത്ത് എറിഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. മറുപടി പറയാൻ പറ്റും പറയും സഖാവേ. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ ആ വാർത്ത കൊടുത്തിരുന്നു. അതായത് ഈ പെൻഷൻ കിട്ടണമെങ്കിൽ LDFന് വോട്ട് ചെയ്യണം എന്ന് പരസ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അത് ഞങ്ങൾ ഇന്ന് ടെലികാസ്റ്റ് ചെയ്തു. ഇതൊക്കെയാണ് നടക്കുന്നത്. നിങ്ങളിപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മയത്തിലൊക്കെ പറയണ്ടേ? ഭീഷണിപ്പെടുത്തലാണ്. ഇത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. 62 ലക്ഷം പേര് പെൻഷൻ മേടിക്കുന്നുണ്ട്. കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. എപ്പോ?
എത്ര മാസത്തെ പെൻഷനാണ് മുടങ്ങി കിടക്കുന്നത്? ഇപ്പൊ പെൻഷൻ മുടക്കില്ലല്ലോ. ഇലക്ഷൻ എടുത്തപ്പോ എത്ര കാലം അത് മുടങ്ങി കിടന്നു? എത്ര മാസം മുടങ്ങി കിടന്നു? കുടിശ്ശിക ഉണ്ടായിരുന്നില്ല, ഇല്ലാന്ന് പറയാൻ പറ്റും. അല്ല, ആകെ 4 മാസത്തെ 2 ഘട്ടമായിട്ട് കൊടുത്തു. 18 മാസം 20 മാസക്കാലൊന്നും ഇല്ലല്ലോ, ആകെ 4 മാസത്തെ ഉണ്ടായിരുന്നു. 6 മാസം. അല്ല, അതിനതിൻ്റെതായ സാമ്പത്തിക പ്രശ്നമുണ്ട്. ഞാൻ അതൊക്കെ ഇപ്പൊ തീർത്ത് 2-3 ഘട്ടമായിട്ട് അതൊക്കെ തീർത്തുല്ലോ. അല്ല, പുതിയ കാറ് വാങ്ങാൻ സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രിക്ക് 1 കോടി, അതെ 1 കോടി 1.80 ലക്ഷം മറ്റോ ചെലവാക്കിയാണ് 2 പുതിയ കാറുകൾ. അതാണ് നമുക്ക് വേണ്ടത്. പ്രയോറിറ്റി ഫിക്സ് ചെയ്യണ്ടേ? പാർട്ടി ക്ലാസ് എടുക്കുന്ന ആളല്ലേ, പ്രയോറിറ്റി മുൻഗണന ഫിക്സ് ചെയ്യണ്ടേ? ഇത് കാറ് പ്രയോറിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. 9,000 അല്ല 900 കോടി രൂപ ഒരു മാസം 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഈ വിഭാഗത്തിനാണെന്നുള്ള കാര്യത്തിൽ എന്താ തർക്കം? ഞാൻ ആ സഹോദരി നമുക്ക് സമയമായി. ആ സഹോദരി പറഞ്ഞതിൽ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾക്കൊന്നും നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. അതിന് കഴിയാത്തൊരു കാര്യമാണ്. ഇവിടെ സഹോദരി ഒരു കാര്യം ചോദിച്ചു, ഈ വിശ്വാസം ഇല്ലാത്തവരെ എന്തിനാ ദേവസ്വം മന്ത്രിയാക്കുന്നതെന്ന്. അതൊന്നും ഇപ്പൊ നമ്മൾ ഈ വേദിച്ച് ഉന്നയിക്കേണ്ട ഒരു വേദിയിലല്ലേ പറയേണ്ടത്? ഇതല്ലേ ഒരു അവസരം, ഇതല്ലേ ഒരു അവസരം വരുമ്പോഴല്ലേ അവർ പറയും. ആരോട് ചോദിക്കും? രാജ്യത്ത് ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമപ്രകാരമല്ലേ അതൊക്കെ നടക്കുള്ളൂ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ PMAY പ്രകാരം വീട് കിട്ടാത്തതുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ഒരു ഇൻഡിവിജ്വൽ പ്രശ്നം വരുന്നത് അത്തരം പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. ഭരണവും കഴിഞ്ഞു, വർഷം 10 വർഷമായി. ചേച്ചി പറഞ്ഞു നോക്കുകയാണെങ്കിൽ 8 വർഷമായി. 453 സീരിയൽ നമ്പർ ആയിട്ട് കെ രാമചന്ദ്രൻ എന്നുള്ള പേര് കിടക്കണ്ടോ? 1 തൊട്ട് 55 ഡിവിഷൻ ഇലക്ഷൻ ആയതുകൊണ്ടുള്ള ഉറപ്പാവരുത്. ഇലക്ഷൻ കഴിഞ്ഞാലും വിശ്വാസം എനിക്കുണ്ട്. കാലം കുറയായി ഞാൻ കണ്ടു തുടങ്ങിയിട്ട്. നമ്മൾ പറഞ്ഞേ തീർച്ചയായും ഒരു കാര്യമില്ല. 3000 വീട് കൊടുത്തിട്ടുണ്ട് നമ്മള്, 3000 പേർക്ക്. അതിന്റെ നടപടിക്രമങ്ങൾ ഇതിൽ ഇദ്ദേഹത്തിന് കിട്ടാൻ നമുക്കറിയില്ല. ഇദ്ദേഹത്തിന് കിട്ടാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് കൈകാര്യം ചെയ്യാം. ഒരു ഡൗട്ട്. അപ്പൊ PMAY തന്നെയാണ് ലൈഫ്? അത് സംശയം തീർന്നു. അപ്പൊ PMAY തന്നെയാണ് PMAY കൂടിയതാണ് ലൈഫ്. അപ്പൊ ലൈഫ് വേറെ PMAY വേറെ? അല്ല, PMAY കൂടിയത് ആണ്. പേര് മാറ്റാൻ പറ്റില്ല. വെറുതെ എന്തെങ്കിലും പറയരുത്. നിങ്ങൾ മാറ്റണ്ടല്ലോ. PMA മാറ്റാൻ കഴിയില്ല. PMI എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് PMAY. അതിൽ പണം തരുമ്പോൾ അതിന്റെ ഘടന പ്രകാരം മറുപടി കൊടുക്കണം, തീരുമാനമെടുക്കണം. അത് ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ നടപ്പാക്കുമ്പോൾ PMAYയിൽ 1.5 ലക്ഷം രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത്. 1.5 ലക്ഷം രൂപ തരുന്നുണ്ട്, 1.5 തരുന്നുള്ളൂ. ബാക്കി 4 ലക്ഷം രൂപയിൽ ബാക്കി കൊടുക്കുന്ന 2.5 ലക്ഷം രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ആ പണം എവിടുന്നാ? അതും കേന്ദ്രം നൽകുന്ന പൈസ. എന്താ സംശയം? ഞാൻ പറയട്ടെ, വിവിധ ദേശ പദ്ധതികളുടെ ഭാഗമായിട്ട് 10 വർഷം കൊണ്ട് 2,76,000 കോടി രൂപ നൽകിയിട്ടുണ്ട്. ആ പണത്തിന്റെ വിഹിതം തന്നെയാണ് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത്. ഒരു പദ്ധതി അംഗീകരിക്കുമ്പോൾ ഇതിന്റെ ആദ്യത്തെ പേര് ഇന്ദിര ആവാസ് യോജന എന്നായിരുന്നു. ഇന്ദിര ആവാസ് യോജന എന്ന പേരിലാണ് മാറ്റിയത്. നിങ്ങൾക്കറിയില്ല? ഈ നാട്ടിൽ മുഴുവൻ വീട് കൊടുക്കുന്നത് ഇന്ദിര ആവാസ് യോജനയുടെ നിങ്ങൾ മനസ്സിലാക്കണം. മാറ്റിയത് ഇന്ദിര ആവാസ് യോജന പ്രകാരം കേരളത്തില് ആകെ കിട്ടിയ വീടുകളുടെ എണ്ണം 17,600. പിന്നെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 10 വർഷം കൊണ്ട് 5,46,000 വീടുകൾ പണിതിട്ടുണ്ട്. 5,46,000. 17,000 കണക്ക് കൊണ്ട് വരുന്നത്.